الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ സന്നദ്ധത പ്രകടിപ്പിക്കണം, പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന് പൊതുവെ ഒറ്റയ്ക്ക് ഒരേകാന്ത ജീവിതം അത് നയിക്കാൻ പ്രയാസമാണ്. കാരണം ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. സഹജീവികളോടുള്ള പവിത്രമായ പരിശുദ്ധമായ ബന്ധം മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ഉള്ളതാണ്. ആദിമ മനുഷ്യൻ മുതൽ മനുഷ്യ ചരിത്രം പരിശോധിച്ചാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിജീവനത്തിനായി പരിശ്രമിച്ച ഒരു വിഭാഗമായിട്ടാണ് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം, വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ. അല്ലാഹു വെള്ളത്തിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഫജഅലഹു നസബൻ വസ്ഹറ. അങ്ങനെ ആ മനുഷ്യനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനുമാക്കി തീർത്തു. പരസ്പരമുള്ള ബന്ധങ്ങൾ അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിലുള്ളതാണ്. വക്കാന റബ്ബുക ഖദീറ. അതിനൊക്കെ അള്ളാഹുവിന് കഴിയും. വളരെ നിസ്സാരമായ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു കണികയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു ഇന്ന് എങ്ങനെയാണോ മനുഷ്യനുള്ളത് അതെല്ലാം മനുഷ്യന് നൽകിക്കൊണ്ടവനെ ശരിപ്പെടുത്തി ഉണ്ടാക്കിയവനായ അള്ളാഹു, ആ അള്ളാഹു തന്നെ രക്തബന്ധവും കുടുംബബന്ധവും വിവാഹബന്ധവുമെല്ലാമുള്ള ഒരു വർഗമായി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത്. വൈവാഹിക ബന്ധം അതൊരു വലിയ ധാർമ്മികമായ കരാറിലൂടെയാണ് തുടങ്ങുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു ധാർമ്മികമായ കരാറാണ്, പ്രതിഫലാർഹമായ ഒരു സൽക്കർമ്മമാണത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നിർദ്ദേശിച്ച മതപരമായ ഒരു സംഗതിയാണത്. അതൊരിക്കലും ഒരു വിനോദ പരിപാടിയല്ല, ആഡംബരം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയുമല്ല. അങ്ങനെയല്ലല്ലോ നമ്മുടെ ഇസ്ലാമിൻ്റെ മറ്റ് സംഗതികളൊന്നും കാണുന്നത്. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും
ഒക്കെ മതപരമായ സംഗതികളല്ലേ. അതൊന്നും തന്നെ നമ്മുടെ പ്രൗഢി പ്രകടിപ്പിക്കാൻ, ആഡംബരം പ്രകടിപ്പിക്കാൻ, അങ്ങനെ ആ രൂപത്തിൽ കൊണ്ടാടാനുള്ള സംഗതിയല്ല. അലങ്കാരം കൊണ്ട് പൊങ്ങച്ചം കാണിക്കാൻ അനുവാദമുള്ള പരിപാടിയല്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. അതൊരു മതപരമായ ചടങ്ങ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അളവ് വ്യതിചലിക്കാതെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായി കണ്ടുവോ അതുപോലെ നമസ്കരിക്കണമെന്ന്. എന്നാൽ ഒരു നമസ്കാരം റസൂലിൻ്റെത് ജീവിതത്തിൽ പകർത്തുമ്പോഴേക്ക് നമ്മൾ മുസ്ലിമായോ? നമസ്കാരത്തിന്റെ വിഷയത്തിൽ മുസ്ലിമായി. നോമ്പ് പകർത്തിയാൽ നോമ്പിന്റെ വിഷയത്തിൽ മുസ്ലിമായി. റസൂലുള്ളാഹിയുടെ വിവാഹം, സ്വഹാബാക്കളുടെ മൻഹജ്, അവർ എങ്ങനെയായിരുന്നോ വിവാഹം നടത്തിയിരുന്നത് അതുപോലെ വൈവാഹിക ജീവിതവും ആ വൈവാഹിക ജീവിത പരിപാടികളും വിവാഹ മേളകളും സദസ്സുകളും അതുപോലെ നമ്മൾ ആക്കിയെടുത്താൽ ആ വിഷയത്തിൽ നമ്മൾ മുസ്ലിമായി. ഇല്ലെങ്കിൽ നമ്മൾ വിട്ടു നിൽക്കുക, വേറിട്ട് നിൽക്കുകയാണ്. നമുക്ക് കലിമ ഷഹാദുണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമായോ? കർമ്മ ഷഹാദ കൂടി വേണം. ഇസ്ലാം എന്ന് പറയുന്നത് വെറും വിശ്വാസം മാത്രമല്ല, അത് ചില കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുമെന്നും ചില കാര്യങ്ങൾ ഞാൻ നിർബന്ധമായി ചെയ്യുമെന്നുമുള്ള പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ കലിമ ഷഹാദക്ക് പുറമെ കർമ്മ ഷഹാദ കൂടിയുള്ള മുസ്ലിങ്ങളായിട്ട് നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ചടങ്ങുകൾ അതൊരിക്കലും തന്നെ സഹാബാക്കളുടേത്, സലഫ് സാലിഹീങ്ങളുടേത് ഒരു വലിയ കടബാധ്യത അത് മുഖേന ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടികളായിരുന്നില്ല. അത് DJ പാർട്ടി ആയിരുന്നില്ല, അത് സംഗീതമായിരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച വിവാഹത്തിന് ഇതൊന്നുമില്ല. ഖൈറുൻ നിക്കാഹി ഐസറു, ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ചെലവ് കുറഞ്ഞ ആ നിക്കാഹാണ് ഏറ്റവും നല്ല നിക്കാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമ്മുടെ നിക്കാഹിന് ശേഷം അള്ളാഹിനോട് ദുആ ചെയ്യാം, ബാറക്കല്ലാഹു ലക, നിനക്കല്ല ബർക്കത്ത് ചെയ്യട്ടെ, വബാറക അലൈക, നിന്നെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. അതിന്റെ പണിയെടുത്തിട്ട് അസ്ഥിവാരം കെട്ടിയിട്ട് വേണ്ടേ പ്രാർത്ഥന നടത്താൻ. വയറ് നിറയെ ഫ്യൂറാനും കുടിച്ചിട്ട് വിഷവും കഴിച്ചിട്ട് ആരോഗ്യമുണ്ടാക്കി തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് വേണം ബർക്കത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കാൻ. ആ വിഷയത്തിൽ കൂടി നമ്മൾ മുസ്ലിമീങ്ങളായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ട ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ദീനീ ചുറ്റുപാടിലാണ് നമ്മൾ അവരെ വളർത്തുന്നത്. അവരുടെ ഒരു നല്ല ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഏറ്റവും നല്ല ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാവി ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം അവർക്ക് വർഷിക്കുമാറ് അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട പരിപാടി തന്നെ അതോടനുബന്ധിച്ച് നമ്മൾ നടത്തണം. നമ്മുടെ നിക്കാഹ് ബറക്കത്തുള്ളതാകണം. നമ്മുടെ കല്യാണം ബറക്കത്തുള്ള കല്യാണമാകണം. ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടായാൽ മതിയോ? അവരെല്ലാവരും നമ്മെ പ്രോത്സാഹിപ്പിച്ചാൽ മതിയോ? ഒരു വലിയ പരിപാടിയാണ് എന്ന് പറഞ്ഞ് അംഗീകാരം നൽകിയാൽ മതിയോ? അള്ളാന്റെ പൊരുത്തം വേണ്ടേ? അള്ളാഹുവിന്റെ തൃപ്തി വേണ്ടേ? ഒരു ദിവസത്തേക്കുള്ള പരിപാടിയാണോ നിക്കാഹ്? അല്ലല്ലോ. ജീവിതകാലം മുഴുവൻ ഇണകളായി ജീവിക്കണം. മരണപ്പെട്ടാൽ നാളെ സ്വർഗത്തിലും ഇണകളായി ജീവിക്കണം. അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. ഇന്നോ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത പല പേരുകളും വെച്ചുകൊണ്ട് എന്തെല്ലാം ഷോകളാണ് വിവാഹത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നത്. നാദാപാടിയെന്നും അതുപോലെ തന്നെ അറബി കല്യാണം, ഒരുപാട് ഡേകൾ, ഒരുപാട് ഷോകൾ, ഇസ്ലാമികമായ മഹറൊക്കെ എത്രയോ താഴെ കഴിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള പാരിതോഷികങ്ങൾ കൊടുക്കാനുള്ള പുറപ്പാടുകൾ
ആരാ നടത്തുന്നത്? ഒക്കെ നമ്മൾ തന്നെ, മറ്റാരുമല്ല, ഈ സമുദായത്തിലുള്ള ആളുകൾ തന്നെ. ഒരു ദിവസത്തേക്ക് എത്രയോ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന ഡ്രസ് കോഡ്. ആരാണ് ഇതൊക്കെ ഇസ്ലാമിലേക്ക് വലിച്ചു കൂട്ടിയത്? എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ഇതൊക്കെ കടന്നു വന്നത്? ആണും പെണ്ണും ഒരുപാട് സമയങ്ങളോളം അമിതമായ തമാശകൾ പറഞ്ഞ് അന്യര് തമ്മിൽ മുസാഫഹത്ത് ചെയ്ത് എന്തെല്ലാമാണ് ആഡംബരങ്ങളുടെ പേരിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അള്ളാഹിനോട് പറയാ, ഒന്ന് ബർക്കത്ത് ചെയ്യണേ റബ്ബേ, ഞങ്ങൾ ഇക്കോലത്ത് തന്നെ നടക്കുള്ളൂ, നിന്റെ വകയായിട്ട് നീ ചെയ്യേണ്ട ബർക്കത്ത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അള്ളാഹുവിനോട് പറയുന്ന ഒരു ഏർപ്പാടിലേക്ക് അതപ്പതിച്ചു പോയി. നമ്മൾ മാറണം. നമ്മളെ നിയന്ത്രിക്കാൻ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറുകൾ കൊണ്ട് റോഡ് ഷോ നടത്തുമ്പോ നിയമപാലകർ വന്നു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഈ സമുദായത്തിന്റെ ഉള്ളിലുണ്ട്. നാട്ടില് ഇതൊക്കെ നിർമാർജനം ചെയ്യാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അതേക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ചെയ്യാൻ പലതുമുണ്ട്. ചെറുപ്പക്കാര് മുന്നോട്ട് വരണം. ആരെയും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇസ്ലാം പറയുന്നത് പോലുള്ള വളരെ ലളിതമായ ഒരു വിവാഹം കാഴ്ചവെക്കാൻ പുതുതലമുറ മുന്നോട്ട് വരണം. എന്നിട്ട് നടത്തി കാണിച്ചു കൊടുക്കണം. അങ്ങനെ നടത്തുന്ന വിവാഹങ്ങൾക്ക് മഹല്ലടിസ്ഥാനത്തിൽ നല്ല പ്രചോദനവും നല്ല സപ്പോർട്ടും നല്ല അഭിനന്ദന പരിപാടികളും സംഘടിപ്പിക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന രൂപത്തിൽ എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കണം. വലിയ വലിയ കല്യാണം നടക്കുന്ന സമയത്ത്, പല അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളുണ്ട് മാറി നിന്നിട്ട് മഹല്ല് കമ്മിറ്റിയെ കുറ്റം പറയും. പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവിടെ, സെക്രട്ടറി ഉണ്ടായിരുന്നു അവിടെ, ഖതീബല്ലേ പോയി നിക്കാഹ് ചെയ്തു കൊടുത്തത്, ഒരക്ഷരം പറഞ്ഞില്ലല്ലോ, അവർക്കൊന്നും ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ല, ഇത് ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ, സെക്രട്ടറി വിചാരിച്ചാൽ, ഒരു ഖതീബ് വിചാരിച്ചാൽ നിർമാർജനം ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാവരും ഒത്തുപിടിക്കണം, ഒന്നിച്ചു നിൽക്കണം. അത്തരം കല്യാണങ്ങൾ ബഹിഷ്കരിക്കാൻ കഴിയില്ല, അവിടെ പോകാതിരിക്കാൻ കഴിയില്ല. പിന്നെന്താ വേണ്ടത്? അവിടെ പോയി അതിനെല്ലാം പങ്കെടുക്കണം. എന്നിട്ട് അവസാനം അദ്ദേഹവുമായി കൈപിടിച്ച് സലാം പറഞ്ഞ് പിരിഞ്ഞു പോരുന്ന സമയത്ത് ഗംഗേമമായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിലുള്ള ആഡംബരങ്ങളും അലങ്കാരങ്ങളും ദീനിന്റെ പ്രവർത്തനങ്ങളെ മുഴുവനും നിർമാർജനം ചെയ്യുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ ഭക്ഷണം കഴിച്ചവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പലരും തുറന്നു പറയില്ല, പക്ഷെ ഞാനത് തുറന്നു പറയുന്നു എന്ന് പറയാൻ 10 ആളുകൾ ചെങ്കൂറ്റം കാണിക്കുന്നത് എപ്പോഴാണോ അന്ന് തീരും. അവര് കെട്ടിപ്പൊക്കി ഉണ്ടാക്കുന്ന ആ ഐസ് കൊട്ടാരങ്ങൾ ഉരുകി ഇല്ലാതായി പോകും. ഇത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിർമാർജനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ രൂപത്തിൽ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ആയിന്നിറങ്ങി അള്ളിപ്പിടിച്ച് ഈ ദൂർത്ത് വല്ലാതെ വലുതായിട്ടുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം 4-5 വർഷമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇതുപോലെ മിമ്പറുകളിൽ വെച്ച് സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതിന് റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാനുള്ളത് ഓരോ വ്യക്തികളും ഉണ്ടാക്കി വെച്ചേ മതിയാകൂ. അവരവരുടെ കർത്തവ്യം നിർവഹിച്ചേ തീരൂ. നമ്മുടെ നാടിൽ നിന്ന്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവാഹ ധൂർത്തുകൾ നിർമാർജനം ചെയ്യാൻ നീ എന്ത് ചെയ്തു എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും പറയാനുണ്ടാകണം, ഞാൻ ലളിതമായ കല്യാണത്തെ പ്രോത്സാഹിപ്പിച്ചു, അതുപോലെ ഞാൻ പങ്കെടുത്ത ദൂർത്തുള്ള കല്യാണങ്ങളെ നിരുത്സാഹപ്പെടുത്തി, ഞാനത് മനസ്സുകൊണ്ട് വെറുത്തു, എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് പറയാൻ ഓരോ വ്യക്തികൾക്കും എപ്പോഴാണോ കഴിയുന്നത് അപ്പോൾ അവസാനിക്കുന്നതാണ് ഈ വിവാഹ ദൂർത്ത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ദിവസങ്ങളിലും റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് നിയമപാലകർ നിരന്നു നിന്നിരിക്കുകയാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ, പേക്കോത്തുകൾ ഇല്ലാതാക്കാൻ, പടക്കം പൊട്ടിക്കുന്നത് തടയാൻ ഈ സമുദായത്തിന്റെ മെമ്പർമാർ
ഉത്തമ സമുദായം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഈ സമുദായത്തിലെ മെമ്പർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കൊണ്ട് മതത്തിന് പുറത്തുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പോ അവർക്ക് രക്ഷ കിട്ടാൻ, നാട്ടിൽ സമാധാനമുണ്ടാകാൻ നിയമപാലകർ ഇടപെടേണ്ടി വരുന്ന ദയനീയ അവസ്ഥ കണ്ടു നിന്നുകൊണ്ട് ഒരു നിസ്കാരവും നോമ്പും നടത്തിയിട്ട് നമ്മളെങ്ങനെയാ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുക? അതുകൊണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. പൈസ കൂടിയതാ പ്രശ്നം, വേറൊന്നുമല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അത് തന്നെയാണ് ഫിത്ന. ഇനിയൊരു വിശദീകരണം ആവശ്യമുണ്ടോ? ഇഷ്ടം പോലെ പൈസ ഉണ്ട്, കുട്ടികൾക്ക് അത് എങ്ങനെയും ചെലവാക്കാം. മൗനാനുവാദമാണ്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കുട്ടികൾ അത് തന്നെയാണ് ഫിത്ന എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ നബിമാരുടെ സമുദായത്തിനും ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ സമുദായത്തിന്റെ ഫിത്ന ധനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലം കഴിഞ്ഞു പോയില്ലേ? എന്നെ കേൾക്കുന്ന പ്രായമുള്ള ആളുകൾ അവരുടെ ചെറുപ്പത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മൾ കല്യാണം കണ്ടിട്ടില്ലേ? കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് കടം വാങ്ങിയ ആളുകളെ നമുക്ക് ഓർമ്മയില്ലേ? വാച്ച് കടം വാങ്ങിയവരെ ഓർമ്മയില്ലേ? സഹോദരിമാർ ആലോചിച്ചു നോക്കണം. കല്യാണത്തിന് പോകാൻ മാല വായ്പ വാങ്ങിയ, വള വായ്പ വാങ്ങിയ, അത് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം, വളരെ പരിമിതമായ സൗകര്യത്തില് കല്യാണങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം. അല്ലാഹു തആല ആ ധനത്തിന്റെ അനുഗ്രഹം കൂടുതലായിട്ട് തന്നപ്പോ മറന്നില്ലേ റബ്ബിനെ, മറന്നില്ലേ റസൂലിനെ? അല്ലാഹനെ മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തൊക്കെ പാടെ അവഗണിച്ചു. ദീന് കൊണ്ടുപോയിട്ട് കുറച്ച് കർമ്മങ്ങളിൽ മാത്രം ഒതുക്കി. അങ്ങനെ മാറിയില്ലേ നമ്മള്? പോരാ, നമ്മൾ നന്നാകണം, നമ്മൾ നന്നാകണം. വെറും ആക്ഷേപിക്കുകയല്ല, എല്ലാവരും മോശക്കാരൊന്നല്ല. നമ്മുടെ മഹല്ലിലെ ചെറുപ്പക്കാരായ അതുപോലെ പഴമക്കാരായ ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളുണ്ട്. ആ മനസ്സുകൾ ഉണർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചിട്ട് അവർക്ക് കഴിയുന്ന വിധം വിവാഹ ദൂർത്തിനെതിരെ പടപൊരുതണം. എന്നിട്ട് മഹല്ല് ആ രംഗത്ത് കൂടി മാതൃകയായിട്ട് മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള നല്ല ഒരു മഹല്ലായി നമ്മുടെ മഹല്ലിനെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറ ഓതാറുണ്ട്. സുന്നത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുമാണ്. അതിൽ ചില സംഗതികൾ അള്ളാഹു പ്രത്യേകമായി പറയുന്നത് കൊണ്ടാണ് ആ സൂറ തന്നെ നിങ്ങൾ പാരായണം ചെയ്യണം. വെള്ളിയാഴ്ച ആഴ്ച തോറും നമ്മളത് കേൾക്കണം. അതിനു വേണ്ടിയാണത് പാരായണം ചെയ്യിപ്പിക്കുന്നത്. അതിൽ അള്ളാഹു പറയുകയാണ്, വളിബ് ലഹും മസല റജുലൈൻ ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈൻ മിൻ അഅനാബിൻ വഹഫഫനാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ കിൽതൽ ജന്നതൈനി ആതതു ഉലഹാ വലം തളിം മിൻഹു ശൈആ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ വകാന ലഹു സമറുൻ فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. അല്ലാഹു ഒരു കഥ പറഞ്ഞു തരികയാണ്. രണ്ടാളുകൾ, ഒരാൾ സത്യനിഷേധിയാണ്, മറ്റവൻ സത്യവിശ്വാസിയുമാണ്. സത്യനിഷേധിയുടെ
സാമ്പത്തിക അവസ്ഥയാണ് അള്ളാഹു ആദ്യം പറയുന്നത്. നല്ല ഒരു വെള്ളത്തിൻ്റെ നീർച്ചാല് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം. ആ നീർച്ചാലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 തോട്ടം, നല്ല മുന്തിരിത്തോട്ടമാണ്. ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടാകുന്ന തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിന്റെ നാനാഭാഗത്തും ഈത്തമരങ്ങൾ ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞു നിൽക്കുകയാണ്. അതിനൊരുപാട് ഇടവള കൃഷികളുമുണ്ട്. എല്ലാ സീസണിലും നല്ല വരുമാനമാണ് അദ്ദേഹത്തിന്. ആ തോട്ടങ്ങളുടെ പുറമെ വേറെയും ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ട്. പല നിരക്കും വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അവന്റെ വരുമാനത്തിൽ ആകൃഷ്ടനായിട്ട് പറഞ്ഞു പോവുകയാണ്. ദരിദ്രനായ വിശ്വാസിയോട് പറഞ്ഞു പോവുകയാണ്. വിശ്വാസി ദരിദ്രനാണ്, അവന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ അവന് ഒരു ധന്യതയുണ്ട്, ഈമാനിന്റെ ധന്യത, യഖീനിന്റെ ധന്യത. ഈ ഐഹിക വിഭവങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ് എന്ന വിശ്വാസം. എത്ര തന്നെ ധന്യത ഐഹികമായി വർദ്ധിച്ചാലും അള്ളാഹുവിന്റെ കഴിവിൽ അതിലാണ് തവക്കുലാക്കേണ്ടത്. അതല്ലാതെ ഈ ഭൗതികമായ പൊങ്ങച്ചത്തിലല്ല എന്ന് തിരിച്ചറിയുന്ന ധന്യത, ആ ധന്യത കൈവരിച്ച ഒരു വിശ്വാസി. അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ് അല്ലാഹു തആല പറഞ്ഞു തരുന്നത്. അതിൽ അവിശ്വാസി പറയുന്നത്, എനിക്കെത്ര സമ്പത്തുണ്ട്, നിന്നേക്കാൾ എത്ര അംഗബലമുണ്ട്, ഞാനൊന്ന് ചൊട്ടിയാൽ ആളുകൾ ഇങ്ങനെ ഓടി വരും, ഒരുപാട് ആളുകളുടെ പിൻബലമുള്ളവനാണ് ഞാൻ. ഇതൊന്നും തന്നെ ഒരിക്കലും നശിച്ചു പോകുന്ന സംഗതികളല്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ബഹ്ശറയെ സംബന്ധിച്ച്, ഒരു ഖിയാമത്തിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ചെന്നാലും മെച്ചം ഞാൻ തന്നെയായിരിക്കും. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്കൊന്നല്ലല്ലോ അള്ള തന്നത്, മുഴുവനും എനിക്കല്ലേ എന്ന രൂപത്തിൽ ആ സമ്പത്തിന്റെ ആധിക്യത്തിൽ ആഹ്ലാദിച്ച് അഹങ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ മനുഷ്യന്റെ മാനസികാവസ്ഥ അല്ലാഹു തആല കൃത്യമായി നമ്മോട് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു പറയുമ്പോ ആ ഈമാനുള്ള വ്യക്തി അദ്ദേഹത്തെ തിരുത്താൻ തുനിയുകയാണ്. അദ്ദേഹത്തോട് പറയുകയാ, സമ്പത്ത് നിന്റേതു തന്നെ, പക്ഷെ അത് കാണുമ്പോ അഹങ്കാരത്തിന്റെ പകരം നിനക്കൊരു മാഷാ അല്ലാഹ് പറഞ്ഞുകൂടെ, അള്ളാഹു ഉദ്ദേശിച്ചതാണ് ഇത് എന്ന് പറഞ്ഞുകൂടെ, ലാ ഖുവത ഇല്ലാ ബില്ലാ, നിനക്ക് അങ്ങനെ പറഞ്ഞുകൂടെ, എല്ലാ കഴിവും അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മുഴുവനും അള്ളാഹുവിൽ എന്തുകൊണ്ട് സമർപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞ് തിരുത്തിക്കൊടുക്കുന്ന ഒരു വിശ്വാസിയെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരുപാട് കഴിവുകളും അതുപോലെ പല വിധത്തിലുള്ള മേൽക്കോയ്മകളും ഉണ്ടായേക്കാം. അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, അല്ലാഹു തആല കഴിവാകട്ടെ സമ്പത്താകട്ടെ അത് ലോകത്ത് വിതരണം ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാകും. അദ്ദേഹത്തിന് ആവശ്യമുള്ള പലതും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകില്ല, അത് വേറെ ആളുകളുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വ്യത്യസ്തമായ അളവിൽ വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു തആല ദുനിയാവ് വിതരണം ചെയ്തത് കിട്ടിയവൻ കിട്ടിയത് കൊണ്ട് വലിയവനായി നടക്കാനല്ല. അങ്ങ് ഗസ്സയിലെ പാവപ്പെട്ട കുട്ടികൾ പട്ടിണി കിടക്കുമ്പോ പരിതപിക്കുന്ന നമുക്ക് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പട്ടിണിയും പ്രയാസവും കാണാൻ കഴിയണം. അതിനു വേണ്ടിയാ, അതല്ലാതെ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ച് തീർക്കാനുള്ളതല്ല. അള്ളാഹു തന്ന സമ്പത്ത് കൈകെട്ടി നിന്ന് മഹ്ശറയിൽ മറുപടി പറയേണ്ടി വരും. അതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് കൃത്യമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനോന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, റബ്ബേ ഇതിന് നിനക്ക് നന്ദി, നിനക്ക് ശുക്ർ ചെയ്യാൻ, നീ പറഞ്ഞതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ, നിന്റെ ഇഷ്ടം പോലെ ഇത് കൈകാര്യം ചെയ്യാൻ എന്നെ തുണക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി സമ്പത്തും മറ്റ് കഴിവുകളും ഉപയോഗിക്കുന്ന നല്ല മുഅ്മിനീകളായി പരിവർത്തനപ്പെടാൻ പരിശ്രമിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിൽ
ജീവിക്കാൻ, നിന്റെ പൊരുത്തത്തിൽ സന്തോഷകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. വിവാഹ ധൂർത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ മഹല്ല് നിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും സന്തോഷത്തിലും ആക്കി തരണേ റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നീ നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ വിധിച്ച എല്ലാവിധ ഷർറിനെ തൊട്ടും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നല്ല കുടുംബ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അനുയോജ്യമായ ബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കുടുംബ ജീവിതം കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, പ്രാർത്ഥന വസിയ്യത്ത് ചെയ്തവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബോധപൂർവം ചൊല്ലി മുഅ്മിനായി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഖബറിൽ കിടക്കുന്ന ബന്ധുക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മഹ്ശറയിൽ സുഖം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.